ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഒരു വെഡിങ് ഗസ്റ്റ് മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും സ്വന്തമായിട്ട് റെഡിയാവാൻ ഉള്ളൊരു മേക്കപ്പ് ലുക്കാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇതിൽ ഞാൻ എല്ലാ ഡീറ്റെയിൽസും പറയുന്നുണ്ട്. നമ്മൾ ഹെയർ നോക്കുന്നുണ്ട്, ഡ്രസ്സ് നോക്കുന്നുണ്ട്, ഫുഡ് വെയർ, അതുപോലെ തന്നെ ഓർണമെൻറ്റ്സ്, ഫുൾ മൊത്തത്തിൽ നമ്മളിന്ന് നോക്കും. അതുപോലെ തന്നെ എന്ത് ലെൻസ് എടുക്കണം, ലാഷസ് ചെയ്ത് വെക്കണം, അങ്ങനെ കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് ടെക്നിക്സ്, ട്രിക്സ്, നല്ല ഗ്ലോയി ഡൂയി മേക്കപ്പ് എങ്ങനെ ചെയ്യാം, അതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ നോക്കും. അപ്പോൾ ലുക്ക് എന്താണെന്നുള്ളത് ഓൾറെഡി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ ആ ഒരു ലുക്കാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് ഒരു ആലിയ ഭട്ട് ഇൻസ്പയർഡ് ലുക്ക് എന്ന് വേണം പറയാം. ഞാൻ ഈ ഒരു ഫോട്ടോ ഇൻസ്പയർഡ് ആയിട്ട് ചെയ്ത ഒരു മേക്കപ്പ് ലുക്കാണ്. എക്സാക്റ്റ് അതല്ല, ഇൻസ്പിറേഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കുക. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ആദ്യം തന്നെ ഇതാണ് നമ്മുടെ ഡ്രസ്സ് എന്ന് പറയുന്നത്. ഒരു ഷരാറയാണ്. ഫുൾ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം എങ്ങനെയാണ് ഷരാറ ഫുൾ ലുക്ക് എങ്ങനെയാണെന്നുള്ളത്. എല്ലാം ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഓക്കെ, വളരെ അഫോർഡബിൾ റേഞ്ചിൽ വാങ്ങിക്കാൻ പറ്റിയ ഒരു ഡ്രസ്സാണിത്. നല്ലൊരു കളറല്ലേ. ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത ടൈപ്പ് ഓഫ് ഒരു കളറും ഡ്രസ്സും. ഞാൻ ഷരാറ ഇതുവരെ ട്രൈ നോക്കിയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഷരാറ ട്രൈ നോക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഹെയർ കട്ട് ചെയ്തു കുട്ടികളെ. ഞാൻ അതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടില്ല, ഇടാം. എന്താ കട്ടെന്നൊക്കെ ഉള്ളത് ഷോർട്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ലെൻസ് വെച്ചിട്ടുണ്ട്. ഇത് എക്സാക്ട് ഷെയ്ഡ് ഗ്രേ ആണ്. ഫ്രഷ് ലുക്ക് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നുള്ള ഗ്രേ ഷെയ്ഡാണിത്. അപ്പം ഇത് ഭയങ്കര മറ്റേ പൂച്ചക്കണ്ണ് അങ്ങനെ മറ്റേ എടുത്ത് നിൽക്കുന്ന അങ്ങനെയല്ല, ഒരു നാച്ചുറൽ ടൈപ്പ് ഓഫ് ഒരു ലുക്കാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്രേ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. ഫ്രഷ് ലുക്കിൻ്റെ ഗ്രേ. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ബ്രൗൺ അങ്ങനത്തെ കൈൻഡ് ഓഫ് ഷെയ്ഡ് വേണമെന്നുണ്ടെങ്കിൽ ഫ്രഷ് ലുക്കിൻ്റെ തന്നെ ഹേസൽ എന്ന് പറഞ്ഞൊരു ഷെയ്ഡുണ്ട്. അതും നല്ലൊരു ഷെയ്ഡാണ്. നിങ്ങൾക്കൊരു വെഡ്ഡിങ് ഗസ്റ്റ് ആയാലും ഇപ്പം ഇവൻ ബ്രൈഡൽ ലുക്ക് ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് ഇതിന് വേണമെങ്കിലും ഒരു നാച്ചുറൽ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് ഷെയ്ഡ്സും അടിപൊളിയാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഫേസ് നന്നായിട്ട് തന്നെ ക്ലെൻസ് ചെയ്യുക. ഇപ്പോൾ ഞാൻ ഒരു ക്ലെൻസിങ് വൈപ്പ് യൂസ് ചെയ്തിട്ട് ഒന്ന് ക്ലെൻസ് ചെയ്യാനായിട്ട് പോവാം. ഇത് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഫേസ് വാഷ് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ മുഖം കഴുകുക. ഓക്കെ, അപ്പോൾ കല്യാണത്തിന് പോകുന്നതിന് മുന്നേ ടിപ്പ് നമ്പർ 1. ഓക്കെ, കല്യാണത്തിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ ചെറിയൊരു ഹെയർ കട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഫ്രഷ് ലുക്ക്, ഒരു പുതിയൊരു ലുക്ക് വരികയും ചെയ്യും. നമ്മുടെ ഹെയറിന് പുതിയൊരു ലുക്ക്, നല്ല വോളിയൂം കിട്ടുകയും ചെയ്യും, നല്ലൊരു ലുക്ക് കിട്ടുകയും ചെയ്യും. ടോണർ നിങ്ങളുടെ കയ്യിലുള്ള ഏത് ടോണർ വേണമെങ്കിലും യൂസ് ചെയ്യാം. റോസ് വാട്ടർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇത് പിക്സി ഗ്ലോയിൻ്റെ ടോണറാണ്. അപ്പോൾ എൻ്റെ ഫേസ് നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു ഭാഗത്തൊക്കെ അത്യാവശ്യം പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ഇത്രയും ലൈറ്റ് ഇങ്ങനെ അടിക്കണോണ്ടാണ് നിങ്ങൾക്ക് അതിങ്ങനെ എടുത്തറിയാത്ത. ഓക്കെ, ഒരു ക്ലിയർ സ്കിൻ പോലെ തോന്നണം. അതുകൊണ്ടാണ് നിങ്ങളെപ്പോലെ തന്നെയാണ് എൻ്റെ സ്കിന്നും. അത്യാവശ്യം പാടുകളും അതെ ഈ മൂക്കിൻ്റെ അവിടെ ഇങ്ങനെ ഒരു വര, അങ്ങനെ പല കാര്യങ്ങളും എൻ്റെ മുഖത്തുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഹൈഡ് ചെയ്ത് ഒരു മിനിമൽ ലുക്ക് എന്നാൽ നല്ലൊരു ലുക്ക്, അതാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ലിപ് ബാം ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോയ്സ്ചറൈസറിന് വേണ്ടിയിട്ട് സിംപ്ലിൻ്റെ ഈ ഒരു ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു ലൈറ്റ് മോയ്സ്ചറൈസറാണ്. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഡ്രൈ ആണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ലെയർ ഓഫ് ഒരു പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ഹൈഡ്രേഷൻ കൂടെ കൊടുക്കുക. എങ്കിൽ മേക്കപ്പ് അടിപൊളിയായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇതിപ്പോൾ എനിക്ക് ഓയിലി ടു കോമ്പിനേഷൻ സ്കിൻ ടൈപ്പ് ആയതുകൊണ്ടാണ് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം മോയ്സ്ചറൈസർ ഇട്ടോളൂ. അപ്പം കുറച്ച് നല്ല ഹൈഡ്രേറ്റഡ് ലുക്ക് കിട്ടുകയും ചെയ്യും. മേക്കപ്പ് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യാനും പറ്റും. ഓക്കെ, കണ്ണിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയ രീതിയിൽ ഡ്രൈനെസ്സോ പഫിനെസ്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഉരയ്ക്കല്. ഇത് ഞാൻ ഭയങ്കര ജെൻറ്റിലായിട്ടാണ് കേട്ടോ ഉരയ്ക്കണം. അത് വീഡിയോ കാണുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഉരയ്ക്കുന്ന പോലെ തോന്നും. പക്ഷെ അല്ല, ലൈറ്റായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഞാനൊരു എക്സ്ട്രാ ലെയർ ഓഫ് മോയ്സ്ചറൈസിങ് സെറം കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. എനിക്ക് ഡ്രൈ സ്കിൻ അല്ല, പക്ഷേ എനിക്കൊരു ഗ്ലോ കൂടെ കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു എക്സ്ട്രാ ഗ്ലോ കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. ഇത് ഞങ്ങൾ സ്ഥിരം യൂസ് ചെയ്യുന്നതല്ല, പക്ഷേ ആ ഒരു ഗ്ലോയ്ക്ക് വേണ്ടി മാത്രം. ഓക്കെ, ഇതൊരു മോയ്സ്ചറൈസിങ് സിറമാണ്. മോക്ക എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നുള്ള ലഷ് മോയ്സ്ചറൈസിങ് സിറം. ഓക്കെ, നിങ്ങൾ ആ ഗ്ലോ കാണുന്നുണ്ടോ കുട്ടികളെ? ഇതാണ് നമ്മുടെ ഫേസിലുള്ള ആ ഗ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ പ്രെപ്പ് ചെയ്യുമ്പോഴത്തേക്കും അത്യാവശ്യം ഗ്ലോ വരും. പിന്നെ ഉള്ളത് ബാക്കിയെല്ലാം നമ്മൾ മേക്കപ്പിൽ
ചെയ്യാണ് ചെയ്യൽ. അപ്പോൾ ഞാൻ ഇന്ന് പിഗ്മെൻറ്റേഷൻ അങ്ങനെ ഹൈഡ് ചെയ്ത് എക്സ്ട്രാ ലെയർ അങ്ങനെ ആഡ് ചെയ്തിട്ടൊന്നും അല്ല മേക്കപ്പ് ചെയ്യുന്നത്. നമ്മൾ ഡയറക്റ്റ് ഫൗണ്ടേഷൻ തന്നെയാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ കൺസീലർ എനിക്ക് ഇവിടെ ഒരു ചെറിയ രീതിയിൽ ഹൈഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ അപ്ലൈ ചെയ്യും. ഓക്കെ, പിഗ്മെൻറ്റേഷൻ നല്ലപോലെ ഉണ്ടെങ്കിൽ കളർ കറക്ഷനൊക്കെ ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്, ഇല്ലെങ്കിൽ ഗ്രേ ലുക്കായിരിക്കും വരുന്നത്. അത് ഞാൻ നേരത്തെ പറയാണ്. അങ്ങനെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, ഞാൻ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യാം. അപ്പോൾ ഇതൊരു ക്വിക്ക് മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ പെട്ടെന്ന് എല്ലാം ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഗ്ലോയി ലുക്ക് ആയതുകൊണ്ട് ഞാൻ എൽഫിൻ്റെ ഇതില്ലാതൊരു പരിപാടിയില്ല. ഓക്കെ, എൽഫിൻ്റെ ഹാലോ ഗ്ലോ ലിക്വിഡ് ഫിൽറ്ററാണ് യൂസ് ചെയ്യുന്നത്. ഇത് അടിപൊളി ഒരു ബേസ് ആയിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഒരു ക്വിഡ് ഹൈലൈറ്റർ പോലത്തെ ഒരു സാധനമാണ്. ഫൗണ്ടേഷൻ പ്ലസ് ഹൈലൈറ്റർ അങ്ങനത്തെ ഒരു സാധനമാണ്. നമ്മുടെ ഷാർലറ്റ് ടിൽബറിയുടെ CTയുടെ സെയിം സാധനത്തിൻ്റെ ഡ്യൂപ്പ് പോലത്തെ ഒരു സാധനമാണിത്. ഒരുപാട് ബ്രാൻഡ്സിൽ ഇതുപോലത്തെ പ്രോഡക്റ്റ് ഇറങ്ങുന്നുണ്ട്. ഇത് അത്യാവശ്യം പ്രൈസിയാണ്, 1600 അങ്ങനെ എന്തോ വരുന്നുണ്ട്. പിന്നെ അതിലും റേറ്റ് കുറഞ്ഞ മേക്കപ്പ് റെവല്യൂഷനൊക്കെ ഗ്ലോ ബൂസ്റ്റർ എന്നൊക്കെ പറഞ്ഞ സാധനമുണ്ട്. നിങ്ങൾക്ക് അത് വേണമെങ്കിലും യൂസ് ചെയ്യാം. കയ്യിലുള്ളത് ഏതാണെന്ന് വെച്ചാൽ യൂസ് ചെയ്യാം. ഇവിടെയാണല്ലോ നമ്മൾ ഹൈലൈറ്റിങ് കൂടുതലായിട്ട് പോകണേ. ഓക്കെ, മൂക്ക് വലുതാണ്, ഈ മൂക്കിലൊന്നും അപ്ലൈ ചെയ്യരുത്, മൂക്കിന് ഭമ്മനായിരിക്കും, അത് ചെയ്യേണ്ട. ഇവിടെയൊക്കെ ലൈറ്റ് ഇവിടെയൊക്കെ ഫോളോ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ തിളങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈവച്ച് തന്നെ, കൈയാണ് ഏറ്റവും നല്ലൊരു ടൂളെന്ന് പറയുന്നത്. കൈവച്ച് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ബ്രഷോ സ്പഞ്ചോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാൻ ജസ്റ്റ് കൈവച്ച് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഫിംഗേഴ്സ് വെച്ചിട്ട് കൈ നന്നായിട്ട് തന്നെ വാഷ് ചെയ്യാം കേട്ടോ. ഇവിടെ വരുന്ന എക്സ്ട്രാ പ്രോഡക്റ്റ് താഴോട്ടും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓക്കെ, കണ്ടോ ഗ്ലോ കണ്ടോ? ദിസ് ഈസ് ദ ഗ്ലോ കണ്ടോ? ഇനി ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇനി നമ്മൾ ഒരു കവറേജിന് വേണ്ടിയിട്ട്, ഒരു ഈവൻ ടോണിന് വേണ്ടിയിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൗണ്ടേഷന് വേണ്ടിയിട്ട് എഗെയിൻ ഒരു ഡൂയി ഗ്ലോയി മേക്കപ്പ് ലുക്ക് ആയതുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റാണ് നമ്മുടെ കെ ബ്യൂട്ടിയുടെ ഈ ഒരു ഫൗണ്ടേഷൻ. നല്ല ഫൗണ്ടേഷനാണ്. ഏത് സ്കിൻ ടൈപ്പ് ആയിക്കോട്ടെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു ഹൈഡ്രേറ്റിംഗ് ഫൗണ്ടേഷനാണ്. അടിപൊളിയാണ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ നോക്കണം. വലിയ രീതിയിൽ ഓക്സിഡേഷനും കാര്യങ്ങളും അങ്ങനെ ഒന്നുമില്ല. നല്ലൊരു ഫൗണ്ടേഷനാണ്. പണ്ട് മുതലേ, ഇത് വന്നപ്പോൾ മുതലേ ഞാൻ ട്രൈ ചെയ്തപ്പോൾ മുതലേ എനിക്ക് ഇഷ്ടമുള്ള ഫൗണ്ടേഷൻ. ഇതിൻ്റെ സെക്കൻഡ് ബോട്ടിലാണ്. ഓക്കെ, എൻ്റെ ഷെയ്ഡ് വന്നിട്ട് 135N. എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ എന്നാണ് അർത്ഥം. നിങ്ങളൊരു വാം ആ ഒരു കാറ്റഗറി പോയാലും ന്യൂട്രൽ നല്ലതായിരിക്കും. ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ സേഫ് സോണാണ്. കൂൾ ടോൺ ആണെങ്കിലും വാം ടോൺ ആണെങ്കിലും നമുക്ക് വലിയ പ്രശ്നമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ന്യൂട്രൽ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ കുറച്ച് പ്രോഡക്റ്റ് അത്യാവശ്യം മാത്രമേ എടുക്കുന്നുള്ളൂ. ഞാൻ ഒരുപാട് എടുത്ത് മുഖത്ത് വാരി പൊട്ടിയൊന്നും അടിയില്ല. ബിക്കോസ് ഇതൊരു ലൈറ്റ് മേക്കപ്പ് അല്ലേ, നമുക്ക് ആവശ്യത്തിന് മാത്രം മതി. ഇപ്പോൾ എൻ്റെ സ്കിന്നിന് അധികം കവറേജിൻ്റെ ആവശ്യം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് എത്ര വേണോ അത്ര മാത്രം എടുത്തിട്ട് യൂസ് ചെയ്യാം. ഓക്കെ, കഴുത്തിലും കൂടെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നെസസറി അല്ല കേട്ടോ കഴുത്തിൽ അപ്ലൈ ചെയ്യണമെന്ന്. നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ മുഖവും കഴുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കളർ കുറവാണ്, എന്നാൽ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും കളർ കൂടുതൽ. ഈ ഒരു ഏരിയ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഈ ഏരിയയെ കണ്ടിലും. അതുകൊണ്ടാണ് ഞാൻ കഴുത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഫിംഗേഴ്സ് വെച്ച് എന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാനായിട്ട് നോക്കുക. ഫിംഗേഴ്സാണ് ഏറ്റവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏറ്റവും നല്ല ടൂൾ. ഓക്കെ, ആ ഒരു ചൂടൊക്കെ കൊണ്ടിട്ട് നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ആവാൻ പറ്റിയ ഒരു സംഭവമാണ് നമ്മുടെ ഫിംഗേഴ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെ തൊട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഗ്ലോ കാണുന്നുണ്ടോ? നമ്മൾ വേറെ ഒന്നും യൂസ് ചെയ്തില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ ടെക്നീക്കാണ്, വലിയ പണിപ്പെട്ട പണിയൊന്നുമില്ല, സ്വന്തമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ബ്രഷ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ചെയ്യില്ല, ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കും. ഓക്കെ, കഴുത്തിൽ ബ്ലെൻഡ് ചെയ്തിട്ടില്ലേ, കഴുത്തിൽ ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യും. ഇതിപ്പം ഭയങ്കര ഹെവി ഒന്നും അല്ല. നമ്മൾ കണ്ണിൻ്റെ ഈ ഒരു ഏരിയയിൽ ചെറിയ രീതിയിൽ ഒന്ന് ഹൈലൈറ്റ്, ചെറിയ രീതിയിൽ ഞാൻ ഒരു ടെക്നീക്ക് കാണിച്ചു തരാം. എങ്ങനെയാണ് ഹൈലൈറ്റർ, അതായത് കൺസീലർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്യേണ്ടതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, സോ കൺസീലറിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ടു ഫേസിൻ്റെ ഈ ഒരു കൺസീലറാണ്. നിങ്ങളുടെ കയ്യിലുള്ള കൺസീലർ യൂസ് ചെയ്യുക. ലൈറ്റ് ഷെയ്ഡ്, അതായത് നിങ്ങളുടെ ഷെയ്ഡിനെക്കാട്ടും ലൈറ്റ് ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ വളരെ കുറച്ച് എടുക്കുള്ളേ, വളരെ കുറച്ച്. ലെസ് ഇസ് ഓൾവേസ് മോർ എപ്പോഴും പറയുന്ന പോലെ. സോ ആദ്യം ഞാൻ ഒരു ബ്ലെൻഡർ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇങ്ങനത്തെ ഒരു ഫ്ലാറ്റ് ബ്രഷ് യൂസ് ചെയ്ത് കൺസീലർ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഏരിയ
ഇവിടെ ഇങ്ങനെ. ഓക്കെ, ഇത്രയും ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യാം. ഇത് ഇവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഇവിടെയും ഇവിടെയും. ഇനി ഇതുപോലത്തെ ഒരു ഫ്ലഫി ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മേലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ ക്രീസിങ് എന്ന് പറയും. നമ്മളിപ്പം ചുളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രോഡക്റ്റ് അതിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ക്രീസ് ചെയ്ത് വരാറുണ്ട്. അപ്പം അത് അവോയ്ഡ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ ഇവിടെ ഒരു ബ്രൈറ്റ്നെസ് കൊണ്ടുവരാനും ഇത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, കണ്ട ഇവിടുത്തെ ഈ ഒരു കണ്ണിൻ്റെ ഏരിയയും ഈ ഒരു കണ്ണിൻ്റെ ഏരിയയും കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഒരു ബ്രൈറ്റർ ലുക്ക് വന്നില്ലേ, ലൈറ്റ് വീഴുന്നൊരു ഭാഗമാണ്. അത്രയും പ്രോഡക്റ്റ് ഉണ്ടാവില്ല, ക്രീസിങ് ഉണ്ടാവില്ല, അതുപോലെ തന്നെ നമുക്ക് കറക്റ്റ് ആ ഒരു ലുക്ക് വരികയും ചെയ്യും. ഓക്കെ, സോ അതുകൊണ്ടാണ് നമ്മൾ ഐ നന്നായിട്ട്, അതായത് കണ്ണിൻ്റെ അടിയിൽ നന്നായിട്ട് തന്നെ പ്രെപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ ഈ റുട്ടീൻസൊക്കെ ചെയ്യാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒട്ടിയിരിക്കും, കറക്റ്റായിട്ട് പ്രെപ്പ് ചെയ്തില്ലെങ്കിൽ. നല്ലപോലെ ബ്രൈറ്റ് ലുക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഇതും നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇനി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും ഇത്. സോ ഡൂയി ഗ്ലോയി മേക്കപ്പ് ലുക്ക് ചെയ്യുമ്പോൾ വളരെ കുറച്ച് പൗഡർ മാത്രം യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഫുൾ ക്രീം അല്ലെങ്കിൽ ലിക്വിഡ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്തതാണ് നമ്മൾ ഗ്ലോയി ഡൂയി മേക്കപ്പ് ലുക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ബ്ലെൻഡർ യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്യുക. എക്സ്ട്രാ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മളിപ്പോൾ എടുക്കും. ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ ജസ്റ്റ് കണ്ണിൻ്റെ അടിയിൽ പൗഡറും കൂടെ വെച്ച് സെറ്റ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ്. സോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്കിൻ്റെ NC35 ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് വളരെ കുറച്ച് പ്രോഡക്റ്റ് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബാക്കി ഇങ്ങനെ ഡാബ് ചെയ്ത് കളയുക. അവിടെ മാത്രം ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരു ബ്രൈറ്റനിങ് ലുക്കാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വൈറ്റ് പൗഡേഴ്സ് ഇല്ലേ, അത് യൂസ് ചെയ്യാം. ഓക്കെ, ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മൾ എത്രത്തോളം പ്രോഡക്റ്റ് കുറയ്ക്കോ അത്രത്തോളം ക്രീസിങ് കുറയും, അതുപോലെ തന്നെ ഹെവിനെസ് കുറയും, കേക്കിനെസ് കുറയും. പിന്നെ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ മേക്കപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണേ. ഒരുപാട് ഇങ്ങനെ വാരി തുടച്ച് അങ്ങനെയൊന്നും ചെയ്യരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്വെറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ടിപ്പ് നമ്പർ 2 എന്താണെന്ന് വെച്ചാൽ, സ്വെറ്റിങ് നന്നായിട്ടുണ്ട് ബ്രൈഡ്സ് ആണെങ്കിലും അല്ലാതെ നിങ്ങൾ പേഴ്സണലി നിങ്ങൾക്ക് നല്ലപോലെ സ്വെറ്റിംഗ് ഉണ്ടെങ്കിൽ നല്ലപോലെ ഐസ് ക്യൂബ് വെച്ച് റബ്ബ് ചെയ്തതിന് ശേഷം മേക്കപ്പ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഐ മേക്കപ്പിലോട്ട് പോവാം. ഈസി ഐ മേക്കപ്പാണ്. നമ്മുടെ കാജൽ ലുക്കാണ് നമ്മളിന്ന് ചെയ്യണത്. ഞാനങ്ങനെ ഒരുപാട് കാജൽ ലുക്ക് ചെയ്യില്ല, കാര്യം എനിക്കത് ഭയങ്കര ഇഷ്ടമല്ല. ഇപ്പോൾ പണ്ടായിരുന്നെങ്കിൽ ഇഷ്ടമായിരുന്നു, ഇപ്പം എനിക്കങ്ങനെ ഇതുപോലെ ഇങ്ങനെ ഇപ്പം ഞാൻ ഈ ചെയ്ത പോലെ തന്നെ അങ്ങ് പോയാൽ ഓക്കെയാണ്. ചെറിയ രീതിയിൽ മാത്രമേ ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയുള്ളൂ, അത്രേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് കണ്ണ് ഒന്ന് ടൈറ്റ് ലൈൻ ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ടൈറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലെൻസ് വെച്ചേക്കൊണ്ട് ലെൻസിൽ കൊള്ളാതെ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ ടൈറ്റ് ലൈൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? കണ്ടോ, ഒരു ഫുള്ളർ ലുക്കിലോട്ട് വന്നില്ലേ? നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും പോവാം. കണ്ടോ, ഇതിപ്പം ഒരു ഉറങ്ങിയ ലുക്കും ഇത് നല്ലൊരു ഫുള്ളർ ലുക്കും വന്നില്ലേ? ഇങ്ങനെ വേണമെങ്കിലും പോവാം. ഇത് നല്ലൊരു ലുക്കാണ്. പക്ഷെ നമ്മളിന്ന് ആലിയ ഭട്ടിൻ്റെ ഇൻസ്പയർഡ് ലുക്ക് ആയതുകൊണ്ട് ആലിയ ഭട്ട് മോസ്റ്റ് ഓഫ് ദി ടൈം ടൈറ്റ് ലൈൻ ചെയ്തിട്ടുള്ള ലുക്കാണ് ചെയ്യണേ. പക്ഷെ ഇന്ന് ഞാൻ എടുത്ത ലുക്കിൽ ചെറിയ രീതിയിൽ നമ്മൾ കാജൽ വെച്ച് ചെയ്തിട്ട് ലൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ അതേ ലുക്ക് തന്നെ പിടിക്കാം. ഓക്കെ, ഫേസസ് കാനഡയുടെ ലൈനറാണ്. ഈ ലൈനർ സ്മച്ച് ആവും, അതുകൊണ്ട് ഈ ലൈനർ സ്മച്ച് പ്രൂഫ് മേക്കപ്പ് ലുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ വേണ്ടി എടുക്കരുത്, സ്മച്ച് ആവുന്നത് കൊണ്ട്. ഓക്കെ, ഏതെങ്കിലും ഒരു ബ്ലാക്ക് ഷാഡോ, ഞാനിപ്പം പാലറ്റ് കാണിക്കുന്നില്ല, എൻ്റെ ഒരു വലിയ പാലറ്റാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ബ്ലാക്ക് ഐ ഷാഡോ എടുത്തിട്ട്, ഇതൊരു സ്മഡ്ജ ബ്രഷാണ്, ഡെൻസ് ആയിട്ടുള്ളൊരു സ്മഡ്ജ ബ്രഷാണ്, നന്നായിട്ട് തന്നെ സ്മഡ്ജ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ ഒരു ബ്രഷിൽ ബ്ലാക്ക് ഷാഡോ എടുക്കുക, ജസ്റ്റ്
ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്തെടുക്കുക. ഇവിടെ കൺപോള ഇല്ലാത്തവരാണെങ്കിൽ ഈ ലുക്ക് ചെയ്യരുത്. ഓക്കെ, ഇത് കുഴിഞ്ഞ ലുക്കായിരിക്കും വീണ്ടും തന്നെ. എത്രത്തോളം ലൈറ്റ് ഷെയ്ഡ്സ് യൂസ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം ലൈറ്റ് ഷെയ്ഡ്സ് വെച്ചിട്ട് ലുക്ക് ചെയ്യാനായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഷെയർ ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പോൾ കാജൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാനൊരു ബ്രൗൺ ഷെയ്ഡ്, നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ബ്രൗൺ ഐ ഷാഡോ ജസ്റ്റ് മേലോട്ട്, അതായത് ഇതിൻ്റെ മേലേക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ. ഇതാണ് നമ്മുടെ ബ്ലെൻഡഡ് ലുക്ക് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ട്രാൻസിഷൻ ഷെയ്ഡ്സ് ആഡ് ചെയ്ത് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്ത് മേലെ കൊണ്ടുപോകാം. ജസ്റ്റ് ഞാനൊരു ഷെയ്ഡ് മാത്രം ബ്ലെൻഡ് ചെയ്ത് മേലോട്ട് കൊണ്ടുപോകാം, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് സ്മഡ്ജ് ആവാത്ത കാജൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കൺപോളുള്ളവരാണെങ്കിൽ മേലെ ഇങ്ങനെ ക്രീസിങ് പോലെ വരും. സോ അത് ഭംഗി ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും മേലെ മൊത്തം കരി പുരണ്ട് പോലെ ഇരിക്കും. ഓക്കെ, സോ ഞാനിക്കൊന്ന് ഷാഡോ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഓക്കെ, ജസ്റ്റ് ഞാൻ ഐ ഷാഡോ മാത്രമേ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ മസ്കാര വെച്ചിട്ട് ഇത് ഫിനിഷ് ചെയ്യും. ഇവിടെ ഇടയ്ക്ക് ഈ ഒരു ഭാഗത്തൊക്കെ ചെറിയ രീതിയിൽ കണ്ട് ഞാൻ പറഞ്ഞില്ലേ ഫോൾ ഔട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, അത് ഈ ഒരു പ്രശ്നമാണ്. അപ്പം അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ എടുത്ത അതേ കൺസീലർ ബ്രഷ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ മസ്കാര വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ്. ലാഷസ് വേണമെങ്കിൽ വെക്കാം കേട്ടോ, ചിലർക്ക് ലാഷസ് വെക്കാൻ ഇഷ്ടമുണ്ട്. യൂറോ പാരിസിൻ്റെ 54 നല്ല ലാഷാണ്, ഭയങ്കര നാച്ചുറൽ ലുക്കിംഗ് ലാഷാണ് 54. ഐബ്രോസിന് വേണ്ടിയിട്ട് നമ്മുടെ സാധാരണ ലാക്മേ അല്ലേ മിസ് ക്ലെയറിൻ്റെ ഐബ്രോ പെൻസിലാണ്. ഈ സൈഡിൽ സ്പൂളി ഉണ്ട്. ഇതിങ്ങനെ നന്നായിട്ട് തന്നെ ഷാർപ്പൻ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാനായിട്ട്, എങ്കിലും നമുക്ക് കറക്റ്റായിട്ട് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആദ്യം നന്നായിട്ട് തന്നെ കോംപ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് വരയ്ക്കുക. ഓക്കെ, എനിക്കിങ്ങനെ ഭയങ്കരമായി വരയ്ക്കുന്ന ലാഷസ് ഇഷ്ടമല്ല. സോ അതുകൊണ്ട് ഞാനിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുകയുള്ളൂ. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് ഫില്ലായി. അതുപോലെ തന്നെ ഇവിടെയും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത്രേ ഉള്ളൂ. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐ ബ്രോ ലുക്കാണ്. ബ്ലഷ് നമ്മൾ ക്രീം പ്രോഡക്റ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഇപ്പോഴത്തെ പുതിയ ലോഞ്ചാണ് നമ്മുടെ കെ ബ്യൂട്ടി വെൽവെറ്റ് ക്രീം മൾട്ടി യൂസ് ബ്ലഷ് ടെൻഡർ. ഇതാണ് സംഭവം. സോ ഇതിൽ നിന്ന് നമ്മൾ വളരെ കുറച്ചെടുത്തിട്ട്, നല്ല പിഗ്മെൻറ്റഡ് ആണ്, കുറച്ച് അപ്ലൈ ചെയ്താലും അത്യാവശ്യം വരും. ഓക്കെ, സോ ഞാൻ ബ്ലഷും അപ്ലൈ ചെയ്തു. ഇനി നമ്മളുടെ സ്റ്റെപ്പ് എന്താണ്? ഫിക്സ് ചെയ്യണം. ഹൈലൈറ്റർ എക്സ്ട്രാ വേണമെങ്കിൽ, ഇപ്പോഴും നമ്മൾ ഓൾറെഡി ഒരു ഡൂയിനെസ് കണ്ടോ, ഗ്ലോ കണ്ടോ. സോ ലിപ്സ്റ്റിക്കിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് ഫേവറേറ്റ് നമ്പർ 1 നിൽക്കുന്ന ഫേ ബ്യൂട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ലിപ് വിപ്പ് ആണ്. ഇത് ഷെയ്ഡ് വന്നിട്ട് ലക്കി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. എന്നോട് കാണുന്നവരൊക്കെ ചോദിക്കുന്ന ഒരു ഷെയ്ഡാണ്. നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്ത ലിപ് ബാം ജസ്റ്റ് ഒരു ടിഷ്യൂ വെച്ചിട്ടോ എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടാബ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, ഒട്ടും ഹെവിനെസ് ഇല്ലാത്ത, പെട്ടെന്ന് ഡ്രൈ ആവുന്ന, ഭയങ്കര ബട്ടറി ഫോമിലുള്ള ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ഫേ ബ്യൂട്ടിയുടെ പ്രോഡക്റ്റ്. താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കാം. നല്ലൊരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ചിലത് ഭയങ്കര ഹെവി ആയിരിക്കില്ല, ഡ്രൈ ഒക്കെ ആക്കില്ലേ, പക്ഷെ ഇതങ്ങനെയല്ല, ഭയങ്കര നല്ലത്. സോ നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷ് ചെയ്തു. ഇത് സ്മാഷ് ബോക്സിൻ്റെ ഒരു ഹൈലൈറ്ററാണ്. ജസ്റ്റ് കൈ വെച്ച് തന്നെ ഓൾറെഡി ഇവിടെ ഒരു ഗ്ലോയി ലുക്കാണ്. പിന്നെ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഗ്ലോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൊടുക്കാം. ഓക്കെ, ഓണാക്കാതെയാണ് സെറ്റിംഗ് സ്പ്രേ അടിച്ചത്. അപ്പോൾ ഞാൻ സെറ്റിംഗ് സ്പ്രേ അടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ക്രൈലോണിൻ്റെ സെറ്റിംഗ് സ്പ്രേ ആണ്, ഭയങ്കര നല്ലതാണ്. നിങ്ങൾക്കൊരു ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മുടെ ഹെയർ സെറ്റ് ചെയ്യാം. സോ ഇതാണ് എൻ്റെ ഹെയർ കട്ട്, കണ്ടോ?
എങ്ങനെ ഉണ്ടാ? ഒരു ഫുള്ളർ ലുക്ക് വന്നില്ല. നേരത്തെ ഒരുമാതിരി ചപ്പി ലുക്കായിരുന്നു. ഇതിപ്പോൾ ഒരു ഫുള്ളർ ലുക്ക് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ ഹെയർ ജസ്റ്റ് ഒന്ന് ഞാൻ സ്ട്രെയിറ്റ് ചെയ്തിട്ട് എടുത്തിട്ടേ ഉള്ളൂ. നമ്മൾ വേറെ കലാപരിപാടിയൊന്നും ചെയ്യാനില്ല. ലൂസ് ഹെയർ തന്നെയാണ്. അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റിയൊക്കെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഓക്കെ, കമ്മലിന് വേണ്ടിയിട്ട് ഈ 2 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ രണ്ടും നമുക്കിട്ട് നോക്കാം. കുറച്ച് ഹെവിയാണ്. ഹെവി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ കുഴപ്പമില്ല. അത് വെറൈറ്റി കമ്മലാണേ. കണ്ട എങ്ങനെയുണ്ട്? ഏതാ കൊള്ളാന്നുള്ള? നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടത്? ഈ സൈഡാണോ ഈ സൈഡാണോ ഇഷ്ടപ്പെട്ടത്? ഇത് വേറൊരു ലുക്ക്, ഇത് വേറൊരു ലുക്ക്. ഞാൻ ഇത് ഇടാം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിടാം. ഓക്കെ, അത്യാവശ്യം ഹെവിയാണ് സംഭവം. കുറച്ചുകൂടെ വലിയ പൊട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാം. എൻ്റെ ഈ ഒരു സൈസിൻ്റെ പൊട്ടേ ഉള്ളൂ. സോ അതുകൊണ്ട് ഞാൻ ഈ ഒരു പൊട്ട വയ്ക്കുന്നു. സോ നമ്മുടെ ലുക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് ഞാൻ കാണിച്ചു തരാം. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഡ്രസ് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവും. ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.